അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സേതുലക്ഷ്മി. ഞാൻ കോട്ടയം കല്ലറയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ആ സമയത്ത് ചേച്ചി അമ്മയും ഉടമ്പടി എടുത്തിരുന്നെങ്കിലും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ വരും, പ്രാർത്ഥിക്കും, പോവും, അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായി. കഴിഞ്ഞ മാർച്ചിൽ പാസ് ഔട്ടായതാണ്. എന്നിട്ട് ഞാൻ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിനും പുറത്തുമായിട്ട് ഒരു 14 അതിന് മുകളിലായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എല്ലായിടത്തും ഞാൻ പാസ്സാവുന്നുണ്ട്. എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിടും. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്നോട് പറയും ഞാൻ സെലക്റ്റായി, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ എന്നെ ആരും വിളിക്കത്തില്ല. ഞാൻ എവിടെ പോയാലും പാസ്സാവും. ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് അമ്മയുടെ കാശുരൂപവും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എവിടെ അറ്റൻഡ് ചെയ്യുന്നതൊക്കെയോ അതിലെല്ലാം ഞാൻ പാസ്സായി. പക്ഷേ എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു, വിളിക്കുമെന്ന് കരുതി, വിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ മെയ് 27-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷവും ഞാൻ വീണ്ടും ഇങ്ങനെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കിട്ടും, പക്ഷേ എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ പോയി വീട്ടുകാർ പറയുന്നുണ്ട് ഏജൻസിക്ക് കൊടുക്കാം, കാരണം കൂടെ ഉള്ളവരൊക്കെ ഏജൻസി വഴി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഏജൻസി വഴിയും പോകണ്ട, അല്ലെങ്കിൽ റെക്കമെൻഡേഷനായിട്ട് ആരുടെയും പോകണ്ട. ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. അതുപോലെ എനിക്ക് അമ്മയായിട്ട് തരും ഒരു വഴി എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് 6 മാസത്തെ ഗ്യാപ്പ് ആകാറായി. ഈ ഓഗസ്റ്റ് 18 വരുമ്പോൾ എനിക്ക് 6 മാസത്തെ ഗ്യാപ്പായി. അപ്പം ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എനിക്കായിട്ടൊരു വഴി താ, ഞാൻ ഏജൻസി വഴിയൊന്നും പോവില്ല, അതുപോലെ തന്നെ റെക്കമെൻഡേഷന് വേണ്ട, അമ്മയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 11 അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്കിനി 6 മാസം ആവാനായിട്ട് വേറെ 7 ദിവസമേ ഉള്ളൂ. ഇതിനുള്ളിൽ എനിക്ക് ഒരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വീട്ടുകാർ പറയും ഏജൻസിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ വഴി നോക്കാമെന്ന് പറയും. എനിക്ക് അങ്ങനെയൊന്നും പോകണ്ട, ഞാൻ ഉടമ്പടി എടുത്താണ്, എനിക്ക് അമ്മയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു, കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചേച്ചി ഓൾറെഡി ഉടമ്പടി എടുത്തതാണ്. അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അവൾ സൗദിയിലാണ്, എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും, ഓഗസ്റ്റ് 7 എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചു. പക്ഷേ ഓഗസ്റ്റ് 7 ആയിട്ടും ഒന്നും നടന്നില്ല. അപ്പം ഞാൻ 11-ാം തീയതി ആയപ്പോൾ അമ്മേനോട് പറഞ്ഞു ഈ 7 ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ഇനി എൻ്റെ മുന്നിൽ വേറെ 7 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ എനിക്കൊരു വഴി തരണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഡൽഹിയിലും ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്ത കൂട്ടത്തിൽ. അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഓഗസ്റ്റ് 17-ാം തീയതി എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം അതായത് ഓഗസ്റ്റ് 18-നാണ് എനിക്ക് 6 മാസം തികയുന്നത്. ഓഗസ്റ്റ് 17-ന് ജോയിനും ചെയ്യാൻ പറഞ്ഞു, വേറെ ഒരു ദിവസത്തിൻ്റെ മുമ്പായിട്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കിട്ടി, ഇങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ഇന്ന് രാവിലെ 7 ദിവസമേ ഉള്ളൂ ഇനി എൻ്റെ മുന്നിൽ, അതിനുള്ളിൽ കിട്ടണമെന്നും. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നും അതായത് ചേച്ചിയുടെ തിരിയിൽ ഇന്നും 7 എന്നുള്ള നമ്പർ കാണുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് 7-ന് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 7-ന് കിട്ടിയില്ലെങ്കിലും അടുത്ത 7 കൂട്ടി വരുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം എന്നും എൻ്റെ തിരിയിൽ 7 എന്നുള്ള നമ്പർ കാണുമായിരുന്നു എന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് അവൾ എനിക്ക് അതിൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു തരുന്നത്. എന്നും തിരിയിൽ 7 കാണിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 6 മാസം തികയുന്നതിന് ഒരു ദിവസം മുമ്പായിട്ട് എനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടി. അത് ഞാൻ തുടക്കം മുതലേ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കൊരു ICU ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ ഞാൻ എടുത്ത് ചോദിക്കുമായിരുന്നു എനിക്കൊരു NICU ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തരണേന്ന്. അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു NICU ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 17-ാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ചു. ഇതാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹം. അതിൽ ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, എനിക്ക് ജോലിയില്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് തരുന്നതിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യായിരുന്നു. ഇനി അഥവാ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടായാലും മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അടുത്ത് വയ്യാണ്ട് കിടക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ പോവുകയും ആൻറ്റിക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നെങ്കിലും അമ്മയും ചേച്ചി എടുത്തതിൻ്റെ കൂടെ ഞാൻ അവർ ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റ് പ്രെയർ ചെയ്യും, വൈകുന്നേരം പ്രെയർ ചെയ്യും. അതുപോലെ അവർ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പോലെ. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുന്നു. എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവരെയൊക്കെ സഹായിക്കുമായിരുന്നു ആ സമയത്തും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം മേടിച്ചിട്ട്
ഞാൻ കോട്ടയത്താണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ കൊണ്ട് പത്രം കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ കടകളിലൊക്കെ കയറി ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും രാവിലെ. അതുപോലെ വൈകുന്നേരം പ്രയർ, ധ്യാനം കൂടും, ബൈബിള് വായിക്കും, ജമാല് ചൊല്ലും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. ഞാനെന്ന് പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവരാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സേതുലക്ഷ്മി KS കോട്ടയം തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ഉടമ്പടിയെടുത്തത് നഴ്സിംഗ് പാസ് ഔട്ട് ആയത് മുതൽ തനിക്കൊരു 14 അതിൽ കൂടുതൽ തവണ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമെങ്കിലും അതിലെല്ലാം പാസ്സാകുന്നുണ്ട്. എന്നാൽ തനിക്ക് ജോലിക്കായിട്ട് വിളിക്കാത്ത തരത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതേ തുടർന്ന് എല്ലാം പ്രതീക്ഷയുടെ കൂടെയാണെങ്കിലും പരിശുദ്ധ അമ്മ നൽകുന്നുള്ള ഒരു പ്രത്യാശ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പല രീതിയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും വീണ്ടും അത് ആവർത്തിക്കാനായിട്ട് കാണാം. ഇൻ്റർവ്യൂ ഒക്കെ പോകുന്നുണ്ട്, ജോലി കിട്ടാത്ത രീതിയിൽ. എന്നാൽ തൻ്റെ സഹോദരി അമ്മയൊക്കെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ സഹോദര വാക്കുകൾ മൂലം ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. 7 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ ഡേറ്റിൽ കിട്ടാതെ വരുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ എപ്രകാരം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല, മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് കുറച്ചുകൂടെ ലേറ്റാക്കിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഈ മകളുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. പക്ഷെ എന്നാൽ 7 ഡേറ്റ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധമായി വീണ്ടും ആവർത്തിക്കുന്നത് 17 രൂപത്തിലേക്കാണ്. എന്നാൽ ആ ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് ഡൽഹിയിൽ, അതായത് 17-ാം തീയതി ജോയിൻ ചെയ്യുവാനും അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. NICO ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അത് ജോലി ചെയ്യുവാനും അവിടെ ജോയിൻ ചെയ്യുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെയും മകൾക്കുണ്ടായി. കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധ അമ്മയും മകളുടെ കൂടെ ഉണ്ടായെന്നുള്ള സൂചന തന്നെയാണ്. അമ്മയായിട്ട് എനിക്ക് തരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ. കാരണം തൻ്റെ രജിസ്ട്രേഷൻ്റെ ഡേറ്റ്, നേഴ്സിംഗ് ആയതിൻ്റെയൊക്കെ 6 മാസം കഴിയുന്നതിൻ്റെ ദിവസങ്ങൾ തീരുന്നതിൻ്റെതായ കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾക്ക് ഈ ജോലി ലഭിക്കുക ചെയ്യുന്നത്. ഇനി ഈ മകളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.